അമേരിക്കയുടെ രണ്ടാമത്തെ വിമാനവാഹിനി കപ്പൽ എത്തുന്നതോടുകൂടിയായിരിക്കും യുദ്ധം തുടങ്ങുക എന്ന് സാറ് തന്നെ നേരത്തെ ഒരു ചർച്ചയിൽ പറഞ്ഞതാണ്. അത് തന്നെ ഇവിടെ സംഭവിക്കുകയും ചെയ്തു. പക്ഷേ ഈ രണ്ടാമത്തെ വിമാനവാഹിനി കപ്പൽ ഇസ്രയേലിന് സമീപത്താണ് നിലകൊണ്ടത്. ഇസ്രയേലിന് സമീപത്ത് അങ്ങനെ ഒരു വിമാനവാഹിനി കപ്പൽ വന്ന് നിലയുറപ്പിച്ചതിന് പിന്നിൽ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടായിരുന്നോ? ഉണ്ട്. അതായത് ഇറാൻ മിസൈലുകൾ അയക്കുമ്പോൾ അതിൻ്റെ ലക്ഷ്യം ഇസ്രയേലായിരിക്കുമല്ലോ. പ്രത്യാക്രമണം അല്ലേ? പ്രത്യാക്രമണം. അതായത് ഇസ്രയേൽ ആണ് പ്രധാനപ്പെട്ട ഒരു രാജ്യമായിട്ട് അവിടെ അമേരിക്കയ്ക്ക് വേണ്ടി നിൽക്കുന്നത്. അപ്പോൾ ആക്രമണം ഇസ്രയേലിൽ നിന്നാണ് ഉണ്ടാവുക. പിന്നെ എബ്രഹാം ലിങ്കൺ എന്ന് പറഞ്ഞ USS എബ്രഹാം ലിങ്കൺ എന്ന് പറഞ്ഞ വിമാനവാഹിനിയാണ് ഇറാനിൽ നിന്ന് 850 കിലോമീറ്റർ അപ്പുറത്ത് ആണ് കടലിൽ അത് നിലയുറപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അമേരിക്ക വളരെ ദൂരെയാണല്ലോ. അപ്പോൾ അമേരിക്കയുടെ പ്രതിനിധിയായിട്ട് നിൽക്കുന്ന ഇസ്രയേലിനെ, അതും ജൂതരാഷ്ട്രം, ഇസ്രയേലിനെ ആയിരിക്കും ടാർഗറ്റ് ചെയ്യുക എന്നുള്ളത് ഉറപ്പ്. അങ്ങനെയാണെങ്കിൽ ഇസ്രയേലിന് കവചം തീർക്കാൻ, ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈലുകളിൽ നിന്ന് ഇസ്രയേലിന് കവചം തീർക്കാൻ ഈ വിമാനവാഹിനി ഇസ്രയേലിൻ്റെ അടുത്ത് തന്നെ വേണം എന്ന് തീരുമാനിച്ചുറപ്പിച്ചിട്ടാണ് ഈ ജെറാൾഡ് ഫോർഡ് എന്ന് പറഞ്ഞ രണ്ടാമത്തെ വിമാനവാഹിനി ഹൈഫ തുറമുഖത്തിൻ്റെ അപ്പുറത്ത്, ഇസ്രയേലിലെ ഹൈഫ തുറമുഖത്തിൻ്റെ അപ്പുറത്ത് നിലയുറപ്പിച്ചിരിക്കുന്നത്. മോദി ഇപ്പം ചെന്നപ്പോൾ ഹൈഫയിൽ പോയിരുന്നു കേട്ടോ. കാരണം ഹൈഫയിൽ മറ്റേ ലോകയുദ്ധകാലത്ത് വീരചരമം പ്രാപിച്ച ഇന്ത്യൻ ഭടന്മാരുടെ ഒരു സ്മാരകമുണ്ട് ഹൈഫ. ഞാനും പോയിട്ടുണ്ട് ആ സ്മാരകം കാണാൻ. അപ്പോൾ ഈ ഒരു ഡിഫൻസ് ഷീൽഡ്, പ്രതിരോധ കവചം ഇസ്രയേലിന് ആയിട്ടാണ് ഈ അമേരിക്കയുടെ രണ്ടാമത്തെ വിമാനവാഹിനി ഇവിടെ നിലയുറപ്പിച്ചിരിക്കുന്നത്. ഇത് 1945 ശേഷം നമ്മൾ സൈനിക തന്ത്രത്തിൻ്റെ ഭാഗത്തു നിന്ന് നോക്കുകയാണെങ്കിൽ രണ്ടാം ലോക യുദ്ധം അവസാനിച്ച 1945 ശേഷം ഇങ്ങനൊരു കവചം രൂപപ്പെടുന്നത് സൈനിക ചരിത്രത്തിൽ തന്നെ ആദ്യമാണ്. അതാണ് അതിൻ്റെ പ്രാധാന്യം. ഒരു രാജ്യത്തിന് സഹായമായിട്ട് ഒരു വിമാനവാഹിനി തന്നെ വന്ന് വേറൊരു രാജ്യത്തിന് കവചമായിട്ട് വന്ന് നിൽക്കുന്നു എന്നുള്ളത് അതൊരു അസാധാരണമല്ലേ, പുതിയ സൈനിക ചരിത്രം ആണത്. അപ്പോൾ ബഹ്റൈൻ, കുവൈറ്റ്, UAE, ഖത്തർ ഒക്കെ ആക്രമിക്കുന്നുണ്ടല്ലോ. ഇതിൻ്റെ കൂട്ടത്തിൽ ഇറാൻ. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി ആണ് അമേരിക്കയുടേത്. അപ്പോൾ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയിൽ തീരുമാനിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഓപ്പറേഷൻ ലയൺസ് റോർ ആണ് ഇസ്രയേലിൻ്റെത്. അപ്പോൾ ഇസ്രയേലിൻ്റെ പ്രതിരോധത്തിന് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഹൈഫയിലാണല്ലോ, ഹൈഫയുടെ അടുത്താണല്ലോ നിൽക്കുന്നത്. അപ്പോൾ ഹൈഫ മുനിസിപ്പാലിറ്റി ഇപ്പോൾ ഒരു അറിയിപ്പ് പ്രസിദ്ധീകരിക്കേണ്ടി വന്നു. ടൂറിസ്റ്റുകൾ ഈ വിമാനവാഹിനി കാണാൻ അങ്ങോട്ട് ഭയങ്കര തിരക്ക്. അപ്പോൾ ഹൈഫ മുനിസിപ്പാലിറ്റി പറഞ്ഞിരിക്കുകയാണ്, വരുന്ന ടൂറിസ്റ്റുകൾ രാത്രി 10 മണിക്ക് ശേഷവും വിമാനവാഹിനി കാണാനായിട്ട് ഇവിടെ ഉണ്ടാകണം. രാത്രി 10 മണിക്ക് ശേഷവും അവരുടെ യാത്ര നീട്ടിവെച്ചാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഹൈഫ മുനിസിപ്പാലിറ്റി ഒരു അറിയിപ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. $13.3 ബില്യൺ ചെലവാക്കിയാണ് ഈ ജെറാൾഡ് ഫോർഡ് എന്ന് പറഞ്ഞ വിമാനവാഹിനി. ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനിയാണത്. അത് നിർമ്മിച്ചിരിക്കുന്നത് $13.3 ബില്യൺ. അപ്പോൾ ഹൈഫ മുനിസിപ്പാലിറ്റി പറയുന്നത് അറിയിപ്പിൽ ഇങ്ങനെയാണ്: ഹൈഫയിൽ ജെറാൾഡ് ഫോർഡ് വിമാനവാഹിനി കാണാൻ വരുന്നവർ അതുമാത്രം കണ്ടിട്ട് മടങ്ങരുത്. ഇവിടെ ഗംഭീരമായ റെസ്റ്റോറൻറ്റുകൾ, കഫേകൾ, മ്യൂസിയങ്ങൾ, ഷോപ്പിംഗ് കേന്ദ്രങ്ങൾ, പാർക്കുകൾ, ബീച്ചുകൾ, ചന്തകൾ ഒക്കെ ഉണ്ട്. അതുകൂടി കാണണം. ആഹ്ലാദം ഉറപ്പാണ്. ഫൺ ഗ്യാരണ്ടീഡ്. ഇതാണ് അവരുടെ അറിയിപ്പ്. ഈ ജെറാൾഡ് ഫോർഡിൽ 90 വിമാനങ്ങൾ ഇപ്പം പ്രവർത്തിക്കുന്നുണ്ട്, യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. സ്റ്റെൽത്ത് കേപ്പബിലിറ്റി ഉണ്ട് ഈ ഇതിന് മൊത്തത്തിൽ. അപ്പോൾ അയൺ ഡോം ഉണ്ടല്ലോ ഇസ്രയേലിൻ്റെ, അത് പരാജയപ്പെടുന്നതായിട്ട് ജൂണിൽ കണ്ടതാണ്. കാരണം
ഇത്രയും ബാലിസ്റ്റിക് മിസൈലുകൾ ചെല്ലുമ്പോൾ ഒരുമിച്ച് എത്ര മിസൈലുകൾ എത്തിയാൽ പ്രതിരോധിക്കാൻ പിന്നെ പറ്റാത്ത അയൺ ഡോം മൊബൈൽ ആണല്ലോ എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുന്നതാണല്ലോ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക്. ഇത് സ്റ്റാറ്റിക് ആണ് വിമാനവാഹിനി. അത് അവിടെ നിന്ന് ഇറാനിൽ നിന്നുള്ള മിസൈലുകളെ വെടിവെച്ചിട്ടോടും ഈ വിമാനവാഹിനി തന്നെ. അപ്പോൾ അയൺ ഡോമിനും പ്രതിരോധം ഉറപ്പാണ്. അയൺ ഡോമിന് അതിൻ്റെതായ ജോലി നിർബാധം ചെയ്യാം. ഇതിൽ നിന്നുള്ള മിസൈൽ വേദ സംവിധാനങ്ങൾ ഈ വിമാനവാഹിനിയിൽ നിന്ന് പ്രവർത്തിച്ചോളും. ഇതിന് പുറമെ ഈ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ വേറെ ഉണ്ട് ഇസ്രയേലിന്. ഡേവിഡ് സ്ലിംഗ്, ആരോ 2, ആരോ 3 തുടങ്ങി മിസൈലുകളെ തകർക്കാനുള്ള സംവിധാനങ്ങൾ. പിന്നെ സ്റ്റാർ വാഴ്സ് ടൈപ്പ് അയൺ ബീം ഇപ്പോൾ ഇസ്രയേലിനുണ്ട്. അയൺ ഭീമുകൾ കൊണ്ട് നശിപ്പിക്കുന്നത് മിസൈലുകളെ. ഇറാൻ തീരത്ത് നിന്ന് 850 കിലോമീറ്റർ ദൂരെയാണ് ഇബ്രഹാം ലിങ്കൺ. അത് ആക്രമണത്തിന് വേണ്ടിയിട്ടാണ്. ഇത് ഞാൻ നേരത്തെ ചർച്ചകളിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു വിമാനവാഹിനി ആക്രമണവും മറ്റേ വിമാനവാഹിനി പ്രതിരോധവുമാണെന്ന്. ഇപ്പൊ ഈ യുദ്ധത്തിൽ കാണുന്നത് ആക്രമണത്തിൽ എബ്രഹാം ലിങ്കൺ നിൽക്കുന്നു, പ്രതിരോധത്തിൽ ജെറാൾഡ് ഫോർഡ് വിമാനവാഹിനി നിൽക്കുന്നു. അപ്പോൾ അത് ഒഫൻസീവാണ്. എബ്രഹാം ലിങ്കൺ ആക്രമണത്തിനുള്ളതാണ്. എബ്രഹാം ലിങ്കൺ വാളും ജെറാൾഡ് ഫോർഡ് പരിചയം ആണ്. അതാണ് ഈ പണ്ഡിതന്മാർ പറയുന്നത്, സൈനിക പണ്ഡിതന്മാർ. അപ്പോൾ അതിൻ്റെ ഈ ഏജീസ് മിസൈൽ ഡിഫൻസ് സിസ്റ്റം ജെറാൾഡ് ഫോർഡിലുണ്ട്. മിസൈലുകളെ തകർക്കാനുള്ളത് ഏജീസ് മിസൈൽ. ആ ഡിഫൻസ് സിസ്റ്റം ഒരു കൊട പോലെ പ്രവർത്തിക്കും ഈ ഇസ്രയേലിനെ സംബന്ധിച്ച്. ഇസ്രയേലിന്റെ മുകളിൽ ഒരു കൊട നിവർന്ന പോലെയാണ് ജെറാൾഡ് ഫോർഡ് അവർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ടൊമാഹോക്ക് അയച്ച ശേഷം ഇത്, അതായത് ഇസ്രയേലിൽ നിന്ന് ഒരു ടൊമാഹോക്ക് അങ്ങോട്ട് അയക്കുന്നു ഇറാനിലേക്ക്. അത് കഴിഞ്ഞ് ഇറാൻ ഇങ്ങോട്ട് അവരുടേതായ ഫത്ത് ഒക്കെ അയക്കുമല്ലോ. അപ്പൊ ഈ കൊട പ്രവർത്തിച്ചോളും. ജെറാൾഡ് ഫോർഡ് ഒരു കൊട പോലെ കവചമായിട്ട് പ്രവർത്തിച്ചോളും. 1945 രണ്ടാം ലോക യുദ്ധ കാലത്ത് പസഫിക് വാർ തിയേറ്ററിലാണ്, പസഫിക് കടലിലാണ് ഇതുപോലെ ഒരു സംവിധാനം ഉണ്ടായിരുന്നത്. 1945 ശേഷം ഇങ്ങനൊരു കവചം വേറൊരു രാജ്യത്തിന് ഉണ്ടായിട്ടില്ല. ഇറാൻ മിസൈലുകളെല്ലാം ഇസ്രയേലിലേക്ക് കേന്ദ്രീകരിച്ചാണ് നിൽക്കുന്നത്, ഭൂരിപക്ഷം മിസൈലുകളും. അപ്പോൾ എന്താ സംഭവിക്കുക? ഇറാനിൽ നിന്നും മിസൈൽ അയക്കുമ്പോൾ ആ മിസൈലുകൾ അമേരിക്കയുടെ 2 വിമാനവാഹിനികളുടെ വ്യോമ പരിധിയിലാണ്. ശരിയല്ലേ? എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ വ്യോമ പരിധിയിലാണ് ഇറാൻ മിസൈലുകൾ. വ്യക്തല്ലേ? അപ്പൊ നിർവീര്യമാക്കാൻ എളുപ്പമാണ്. അതല്ലല്ലോ ഞാൻ പറഞ്ഞു വരുന്നത്. അമേരിക്കയാണ് ഇറാൻ ആക്രമിക്കുന്നത്. 2 വിമാനവാഹിനികളെ കടന്നു വേണമല്ലോ ഇസ്രയേലിലേക്ക് പോകാൻ. അപ്പൊ ആക്രമിക്കുന്നത് ഇസ്രയേലിനെ മാത്രമല്ല അമേരിക്കയും കൂടിയാണ്. 2 വിമാനവാഹിനികളെ ആക്രമിക്കുന്നു എന്ന് പറയുമ്പോൾ അമേരിക്കയെ ആക്രമിക്കുന്നു എന്നാണ്. അപ്പൊ അമേരിക്ക തടയണമല്ലോ. അപ്പൊ അമേരിക്കൻ വിമാനവാഹിനികളുടെ വ്യോമ മേഖലയിലാണ് ഇറാന്റെ ആക്രമണം നടക്കുന്നത്. അത് ഈ സുന്നി രാജ്യങ്ങളെ ആക്രമിച്ചാലും അങ്ങനെ തന്നെയാ. അമേരിക്കയുടെ വ്യോമ മേഖലയല്ലേ. അമേരിക്കൻ താവളങ്ങൾ 8 ഉണ്ടല്ലോ ഗൾഫില്. അപ്പൊ ഇസ്രയേലിനെതിരായ ആക്രമണം എന്ന് പറയുന്നത് അമേരിക്കക്കെതിരായ ആക്രമണം തന്നെ ബലത്തിൽ. അപ്പോൾ അത് മാത്രമല്ല, $13.3 ബില്യൺ ഒരു വിമാനവാഹിനി ഇറാൻ ആക്രമിക്കാനായിട്ട് അതിൻ്റെ മൂക്കിന് താഴെ തന്നെ ഇട്ട് കൊടുക്കാനും പറ്റില്ല. അതുകൊണ്ട് സുരക്ഷിതമായ ഒരു സ്ഥലത്താണത് നങ്കൂരം ഇട്ടിരിക്കുന്നത്. ഇറാൻ പറയുന്നത് ഞങ്ങളിപ്പോൾ അയച്ചിട്ടുള്ള മിസൈലൊക്കെ വെറും സ്ക്രാപ്പാണ്, ആക്രി, ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ, നിങ്ങൾ ഇതുവരെ കാണാത്തത് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ കപ്പലുകളൊക്കെ മുക്കും എന്നൊക്കെയാണല്ലോ ഈ പറഞ്ഞു വരുന്നത്. അത് നമുക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് കാണാം.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.